ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഠിനമായ മഴയാണ് കേട്ടോ. 1.5 മണിക്കൂറാണ് താറപ്പായ്മ പോയെ. അതുകൊണ്ട് ഇവർ 7 മണി വരെ ഇന്ന് നിൽക്കുമെന്നല്ലാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ആത്മാർത്ഥത ഇവർക്ക്. ബാബുവേട്ടനാണ് കുറച്ച് ആത്മാർത്ഥത കൂടുതൽ. അപ്പോൾ മഴ തുടങ്ങി മക്കളല്ലേ. എല്ലായിടത്തിലും സ്ഥിതി എന്താ, പണ്ടെല്ലാം മഴ പെയ്യുമ്പോൾ ഷീറ്റ് ഇടുന്നതിന് മുമ്പിട്ടുമ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വൈപ്പർ കൊണ്ട് ഇവിടെ ഇങ്ങനെ ക്ലീൻ ആക്കലായിരുന്നു. ഇപ്പോൾ ഷീറ്റ് ഇട്ടേരെന്തോ ഒരു സമാധാനം. മഴ പെയ്യുമ്പോൾ ഇതാ ഇവിടെ കൊലയൊന്നും ആയിക്കില്ല, എന്തായാലും ഒരു സമാധാനം. ഇനിയിപ്പോൾ ബേക്കിലും കൂടി ഷീറ്റ് ഇടുവാനുണ്ട്. അപ്പോൾ നമ്മളെ മൂപ്പര് ഫുൾ തിരക്കാന്ന് പറഞ്ഞ ആരിസ് ഭായി. നോക്കുക, ഒരു കുറച്ച് ദിവസം കൊണ്ട് വരുവാൻ പറയണം. അപ്പോൾ വേറെന്താ വിശേഷങ്ങൾ? ഞാൻ എന്നാൽ മിന്നുവിൻ്റെ അടുത്തേക്ക് പോവാം. അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഓക്ക് എന്തോ അഭിപ്രായങ്ങളുണ്ടല്ലോ. അപ്പോൾ അവളെ അഭിപ്രായം എന്താണെന്നല്ലോ നോക്കട്ടെ. അവളെ കൊണ്ടുപോകാറാണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ മാറ്റി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അടുക്കളയിലുണ്ടല്ലോ കുറച്ച് കെട്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ താറപ്പായി കെട്ടിയിട്ടുള്ളത്. ഇല്ലേ, താറപ്പായി കെട്ടിയതാണ് പണിക്ക്. ഇവിടെ തേക്കലും കാര്യമല്ല, ഇവിടെ എല്ലാം ഇങ്ങനെ കെട്ടി കേട്ടോ. ഇങ്ങനെ കായ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് തേച്ചിട്ട് ഇവിടെ ഒരു സ്ലാബ് പോലെ ഒരു സാധനം കിട്ടും. ഇവിടെ 2 ഡോറാണ് കേട്ടോ. എന്നിട്ടിതാ കിച്ചൺ കുറച്ചുകൂടി വലുതായില്ല. ഇപ്പോൾ മുകളിൽ ഷീറ്റാണ് നമ്മളിടുക. ഓക്കെ, ഇങ്ങനെയാണ്. പിന്നെ ഉള്ളിലെല്ലാം കച്ചറ, അതൊന്നും ഇപ്പം നിങ്ങൾ കാണണ്ട. ഓക്കെ, ഇനി നമ്മൾ പോയി വരിക. കോലായാലും കുറച്ച് താറപ്പായി കെട്ടിക്കാടെ ഇവിടെ എല്ലാം ആയിട്ട് അങ്ങനെയെല്ലാം ഉള്ള അവും തേക്കണം. അപ്പോൾ ഇതെന്തെന്നാന്ന് അറിയാം നിങ്ങൾക്ക്? പണ്ടല്ല നമ്മളിങ്ങനെ ഞെക്കി പൊട്ടിക്കുന്ന സാധനം ഇത്. ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ അതിന്നെ കൊറിയർ അയക്കാൻ നമ്മൾ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയേക്ക്. യൂട്യൂബിലത് പറഞ്ഞില്ല, കാരണം സ്റ്റോക്ക് ഇല്ലേറ്റാട്ടാ. സ്റ്റോക്ക് വന്നാൽ അത് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് എന്താണ് അത് പാക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ഇങ്ങനെ പൊട്ടിക്കാനുള്ളതല്ല. അപ്പോൾ എന്നാ കിട്ടിയാൽ ലാഭം, എൻ്റെ പൈസ ലാഭം. ബാക്കി ഹോട്ടലിൽ നിന്ന് വാങ്ങണം. ഒരു 100 റുപ്യ ലാഭമായ ബാക്കി വാങ്ങിയാൽ മതിയല്ല. അപ്പോൾ ഇവളെ ശരിക്കും അറിയാ വെച്ചാൽ അങ്ങ് പുരേ പോകുന്നതിന് മുമ്പിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ? നിങ്ങൾ പറ. മുതിർന്ന ആൾക്കാർ പറയും ഇവളെ അനുസരിച്ച് തട്ട് വേണം. ഭയങ്കര എന്താ പറയുക. ഇനി പുരേ ഉള്ളിൽ കയറണ്ട കേട്ടോ, മുറ്റത്തൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അത് പിന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് കാരണവന്മാർ ഉണ്ടാക്കിയ ചടങ്ങാ. എന്താ ആവേ ഉയ്. അപ്പൊ ഗൈസ്, എഞ്ചിനീയർ സൈറ്റ് വിസിറ്റിന് ഇറങ്ങിയിട്ടുണ്ട്. എന്തെന്നാ ഇങ്ങനെ ഒരു കവറല്ല ഇഞ്ചാത്ത? എന്തെന്നാ കവറല്ലോ? ഇവളെ പൊരേ കാറ്റല് നിങ്ങളെ അഭിപ്രായം എന്തെന്നാ? ചടങ്ങ് കഴിയാണ്ട് കാറ്റാൻ നിനക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. കദീശ, ജമീൽച്ച, മറ്റേ ബിയാത്ത് വെച്ചോ, വേറെ ആരെല്ലാം ഉള്ള നിങ്ങളെല്ലാം ഒരു അഭിപ്രായം പറയും. ചെറിയോൾ ഇങ്ങനെ ആയാൽ എന്തെന്നാ ചെയ്യുക അല്ലേ? ഇത് ആദ്യമേ ഞാൻ അറിയാലേ ഞാൻ ഈറ്റാ ചെറിയോളാന്നുള്ളത്. എന്നാ ഞാനിനി നിൽക്കുമല്ലേ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോലെ എന്താ കച്ചറയായി കിടക്കുന്നൊന്നും ഒരു വിഷയമല്ല. ഇനിയിപ്പോ കണ്ടുവിട്ടാ എന്താ ഇവിടെ പണിക്കാറുണ്ടായിട്ടല്ലേ? എന്ത് പണിക്കാരന് മുമ്പേ അത്ര ഒന്നുമില്ല. ഇപ്പൊ പണി തുടങ്ങിയാലാ ക്ലീൻ ഇല്ലാണ്ടായ. അവരെ നല്ല വൃത്തിയും വെടുപ്പും ഉള്ളതാണ്. നല്ല വെടുപ്പുണ്ടായിരുന്നു. ഇപ്പൊ അടങ്ങാറായ. എഞ്ചിനീയർ ശരിയാണോ? വർക്കൊക്കെ സെറ്റായിട്ട്? ഇതാണ് നമ്മളെ അടുക്കള വരും. ഇവിടെ ആയിട്ടാണ് നമ്മൾ കുത്തബ് മിനാർ പണിയുന്നത്. ഇവിടെ മുംതാസിനുള്ള ചായ കുടിക്കുന്ന സ്ഥലം. എന്നാ അത് വർക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം പോലും ഇപ്പൊ തേച്ചിക്ക് മഴയായിട്ട് ഫുള്ള് ഇതെല്ലാം കെട്ടിയതാ. ഹർപ്പായി ഹർപ്പായിട്ട് ഫ്രണ്ടിലുള്ള വായി വലിയ വായി ഉള്ളോണ്ട് രക്ഷപ്പെട്ട്. എങ്ങനെ എനിക്ക് ഇത് സ്റ്റാൻഡൊക്കെ എങ്ങനെയാ വേണ്ടിയേ? ആലോചിക്കുവേ. ആയിക്കോട്ടെ. അതെ അതെ, അത് ശരിയാ. ഇപ്പറം തേച്ച് ഇത് മൊത്തം തേച്ചിക്ക്. ഈ ഒരു കള്ളി മൊത്തം ഒരു തേച്ച് ഈ സമയം കൊണ്ട്. ഇനി ഇവിടെയും ഇത് മൊത്തം തേച്ചും കൂടിയും കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇതായില്ലേ? തേപ്പും കൂടിയും കഴിഞ്ഞാലോ ഇനി എന്തെന്നാ ഈ പണി? ഇനിയാണ് പണിയില്ലേ? എന്ത് വീട് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും തേപ്പ് വരെ അത്ര അങ്ങ് തിരിയൂല. ഈ വയറിങ് അങ്ങനത്തെ അതിന് അത്രമാത്രം വയറിങ് ഒക്കെ ഉണ്ടാകുമോ?
ഇതിന്റെ ഉള്ളിലോ പൈപ്പൊക്കെ ആദ്യം ഇടേണ്ടി വരൂലേനോ കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ്? അങ്ങനെ ഉണ്ടാവുക? ചെയ്തില്ലല്ലോ. ഇല്ല, അതൊന്നും ചോദിക്കേണ്ടിയല്ലോ ഇതിന്റെ ആളോട്. വേണമെങ്കിൽ പിന്നെയും കോൺക്രീറ്റ് കൊത്തി പൊട്ടിക്കേണ്ടി വരുമല്ലോ. അതൊക്കെ ടൈലെല്ലാം ഇട്ടോ എന്ത് ചെയ്യൂ? പുറമെ കൂടി ചെയ്യുന്നവരും ഉണ്ട്, ഉള്ളിൽ കൂടി ചെയ്യുന്നവരും. പൈപ്പിലെ അതൊന്നും ചോദിച്ചേക്കാണ്ട്. ടാപ്പ് വേണോ അളക്കുവേ? അവിടെ തേച്ച ഒന്നും പൊട്ടിക്കല്ലേ ഇനി. വാട്ടർ ലെവൽ വേണോ? എന്താ നടന്നോ? നടന്നൊന്നുമില്ല, ഇല്ല ഒന്നുമില്ല. അപ്പോൾ ഗൈസ് ഇവള് അടുക്കളേൻ്റെ വിസ്തീർണം എടുക്കുകയാണ്. ഓ കുറച്ചുകൂടി നല്ലോണം വീതിയുണ്ട് അത്. പിന്നെന്നാ നിങ്ങളോ എന്നാ എന്നാ എന്താ എന്താ അല്ല ഇനി പറ, നാട്ടുകാർ കാണട്ടെ. ഇനി എന്നെ ഇടങ്ങാറാക്കുന്നത് പോലെ എല്ലാവരും അറിയട്ടെ എന്തെല്ലാന്നാ മര്യാദ. ഫോണിൽ കൂടെ ചോദിച്ചാൽ മതിയാന്ന് വെച്ചാൽ പിന്നെ എനിക്ക് അങ്ങനെ അല്ല അറിയുമ്പോ പിന്നെ ആരാ ഇടങ്ങാറാകുക? എന്ത്? ഓ അല്ലല്ല, അതാ പറഞ്ഞേ. അല്ല പറയാ, ഈ അടുക്കളക്ക് എന്തേലും പ്രശ്നം? അടുക്കള വലുതായ ചെലവ് കൂടുന്നാ പറയാ. ഇതെന്ന് ഞാൻ പണിയെടുക്കണം അറിയോ? മോനോടെ കടത്തിയിട്ട് അതിന്റെ ഉള്ളിൽ നടക്കൂല. അതുകൊണ്ടാ? അതായിക്കോട്ടെ. അങ്ങനൊക്കെ ഓടി കളിക്കാനുള്ള സ്ഥലം വേണം. അതിന് വേണ്ടിട്ടാ. ഇപ്പൊ ഇവിടെ സ്റ്റാൻഡോട് വന്നാൽ കുറച്ച് സ്ഥലം കുറയേ. അപ്പൊ സ്റ്റാൻഡ് വേണ്ട? എന്നാല് വേണോ? സ്റ്റാൻഡ് വേണോ? ഇവിടെ വേണ്ട അല്ലേ? എന്നാല് ഈ സൈഡില് വേണോ വേണ്ട എന്നുള്ള രീതിയിലാണ്. ആടെ ഉണ്ടാവുമ്പോ അവിടെ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നീ പറഞ്ഞ പോലെ. അവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ്റെ എന്തെങ്കിലും ആക്കണേ. മുകളിൽ വരെ ഇങ്ങനെ തട്ടാറ്റം കൊടുക്കാണേ. അവിടെ ഗ്യാസ് ഗ്യാസിന്റെ അടുപ്പിന്റെ അളവൊന്നും നോക്കണ്ടേ? അപ്പൊ ആ ഗ്യാസ് അടുപ്പ് കേടാന്ന അളവ് തന്നെ വാങ്ങേണ്ടി വരൂലേ? അതിന്റെ അളവൊന്നും ഇടണ്ട, അല്ലെങ്കിൽ ഒരടുപ്പ് വേണ്ട. ഞാനിപ്പോൾ അതല്ല ആലോചിക്കുന്നത്. ഈ ഗ്യാസ് സിലിണ്ടറിനുള്ള ഹോൾസ് കിട്ടിയില്ല, ഇപ്പം എന്ത് ചെയ്യുമെന്നാ? ഇപ്പോൾ അവരോട് പറയേണ്ടി വരും. അതെനിക്ക് ഓർമ്മയില്ലേനു. പിന്നെ വേറൊന്നും അവിടെ ചെയ്യാനുള്ളതിനും പ്ലംബിങ്ങിൻ്റെ അതും ചോദിക്കണം അല്ലേ? ഇല്ലെങ്കിലും ഇടങ്ങാറാവും. വേറൊന്നും ഇല്ലാലോ? ഇന്ന് ഇത്രമാത്രം ആലോചിക്കും. ഇവിടെ താജ്മഹലാറ്റാ പണിയുന്നേ. ഒരു അടുക്കള അല്ല, ഒരു സ്റ്റാൻഡ്. പാത്രം കഴുകാനുള്ള സ്റ്റാൻഡ് വേണ്ടേ? പാത്രം കഴുകുക സ്റ്റാൻഡ് വേണോ? മറ്റേ സർഫിന്റെ പൊടി പോരെ? സിങ്ക് വേണ്ടേ? സിങ്ക് വേണോ? സിങ്ക് പൊടി ആയിക്കോട്ടെ. ഇവിടെയില്ലോ? അതിൽ അടുക്കൂല, അതിന് വേറെ ചുമരുണ്ടാക്കണോ? വേറെ ചുമരുണ്ടാക്കണ്ടിട്ടല്ല, എനിക്ക് ആ സിങ്കിന് മാത്രം ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? സിങ്ക് ഇങ്ങനെ വരികയാണെ ഇവിടെ വിചാരിച്ചോ, എന്നിട്ട് അതിന്റെ അങ്ങോട്ട് ഒന്നും ഉണ്ടാവരുത്, അവിടെ ഞാൻ തടസ്സായി നിൽക്കണം. തടസ്സോ? മനസ്സിലായോ? ഇവിടെ ഇപ്പൊ സിങ്ക്, സിങ്ക്, പിന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒരു ഇഷ്ടികനോട് എന്തെങ്കിലും ഒരു പാർട്ടീഷൻ ചെറിയൊരു കേട്ടാ അധികം ഹൈറ്റ് അല്ലാണ്ട്. അത് പറഞ്ഞാല് അവിടെ കഴുകാനുള്ളൊക്കെ അവിടെ കൊണ്ടുവച്ച് അപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ താക്കുമ്പോ തട്ടിപ്പോവാണ്ടിരിക്കാണ്. ആയിക്കോട്ടെ. ഹൈറ്റില് വേണ്ട. അത് നമുക്ക് സിങ്ക് ഇതാക്കുമ്പോ ഇഷ്ടിക കൊണ്ടാറ്റോ 4 വരി കെട്ടിയാ മതിയല്ലോ. അത് വില ചെയ്യാം. അത് സ്ലേവ് വാർത്തിട്ടേ. ഓ എന്റെ മോളെ ഒന്ന് വേഗം നോക്ക്. ചെറിയ ചെറിയ കെട്ടായിട്ട് ഇപ്പൊ 3-4 ദിവസം കൊണ്ടെല്ലാം തീർക്കാന്ന് വിചാരിച്ചു. അതിപ്പോ ഇവര് ഇവിടുത്തെ തന്നെ വേറെ ഇവിടെ തന്നെ അത് പ്രശ്നമില്ലടാ. അതിപോലെ കെട്ടിയില്ലേ ഓല പണി കയറ്റാണെങ്കിലും നമുക്ക് പിന്നെ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ഫാബ്രിക്കേഷൻ കൊണ്ട് പാർട്ടീഷനെങ്കിലും ചെയ്യാം, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ സിങ്ക് കെട്ടുന്ന സമയത്ത് തേക്കണമല്ലോ ഇത്, അന്നേരം ഇഷ്ടിക വെച്ചാൽ മതി. കറക്റ്റ് സിങ്കിന്റെ പൊസിഷൻ എവിടെയാ നോക്കണം, സിങ്കിന്റെ ഒഴിവ് വിടണമല്ലോ. സിങ്കിന്റെ തൊട്ടിപ്പുറത്താ എനിക്ക് പാർട്ടീഷൻ ചെയ്യേണ്ട. ഒരു സൈഡിൽ മാത്രം അല്ലേ? 2 സൈഡും കെട്ടണോ? എന്ത് പാത്രങ്ങൾ ആടൊക്കെ കൊണ്ടിടല്ലോ കഴുകാനല്ലേ? ഞാൻ ഇവിടുത്തെ ഒരു ഇത് കാണിച്ചു തരാം.
ഉള്ളത്തേന്റെ ആ 2 സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ട് കൊറേ ഓരോ ഇതൊന്നും വേണ്ട, എന്തിനും കൊണ്ടായാലും മതി. ഇങ്ങനെ ഒരു സിങ്ക് ഇതാണെങ്കിൽ ഇങ്ങനെ തടസ്സായിട്ട് 2 ഭാഗത്തും. അത് എത്ര സിങ്കിനോട് അടുപ്പിച്ച് വേണോ അല്ലെ കുറച്ച് വിട്ടിട്ട് വേണോ? കുറച്ച് വിട്ട് വേണം. സിങ്ക് കഴിഞ്ഞിട്ട് ഒത്തിരി ടൈല് കുറച്ച് പാത്രം കുറച്ച് മതി, കൊറേ ഒന്നും വേണ്ട. ഇവിടെയൊക്കെ ഒരു ഒഴിവില്ലേ, ഈ ഗ്യാപ്പ് മതി നമ്മൾ അടുക്കളേന്റെ ഇത് പോകണം. ഓ ആയിക്കോട്ടെ. അതാണ് എന്റെ ആദ്യമേ ഇവിടെ വേണ്ടാലോ, ഇവിടെ ഒന്നും വേണ്ടാലോ. ഇവിടെ അവിടെ സ്റ്റാൻഡ് വേണോ? അതാണ് ചോദിക്കുന്നത്, സിങ്കിന് മാത്രം കുറച്ച് ഇവിടെ ഇതാക്കുന്നോന്ന്, കുറച്ചേ അങ്ങോട്ട് എടുക്കാണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ ഇവിടെ തന്നെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കണം. കുറച്ച് അങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കുഴപ്പമില്ല. എത്ര സ്റ്റാൻഡ് ബാക്കി ഉണ്ടാകുമല്ലോ. എന്തായി ഫൈനലി എല്ലാം റെഡി അല്ലേ? അപ്പൊ ആടെ നമ്മള് ഗ്യാസ് വെക്കുന്നു, ഈ സൈഡില് സിങ്ക് വെക്കുന്നു, ഇവിടെ എനക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ പാത്രം കകല് ഞാനായിരിക്കുമല്ലോ. അപ്പൊ സിങ്കിന്റെ അടുത്തായിരിക്കുമല്ലോ എനക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ആക്കണ്ടേ. എന്താ മിക്സി അല്ലതാ ഉള്ളിൽ വെക്കാണെങ്കിൽ പുറത്ത് ഇവിടെ തന്നെ മിക്സിയും വെക്കണോ? ആടെ ഈ ഇപ്പൊ ഉള്ള അടുക്കളയില് കട്ടിലിട്ടിട്ട് കിടക്കാനുള്ള ഒരു സൗകര്യമാണോ ഗസ്റ്റൊക്കെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? ആ അടുക്കള എന്തിനാ ഉപയോഗിക്കുന്നതിന്? മനസ്സിൽ വിചാരിച്ചോ. ഇനി ആടെ ഒരു പാത്രങ്ങളൊന്നും ഉണ്ടാകുകയല്ലേ ഈ അടുക്കളയില്? ഫ്രിഡ്ജ് ഇവിടെ വെക്കണ്ടേ? ഫ്രിഡ്ജല്ലേ അവിടെ തന്നെയാ? ഫ്രിഡ്ജ് അടുക്കളയിൽ തന്നെ. എങ്ങനെ അത്യാവശ്യമില്ലാത്ത പൊടികളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഉള്ളിൽ തന്നെ വെക്കുക. ഇവിടെയും അതുപോലെ ഫാബ്രിക്കേഷൻ ചെയ്യിക്കുന്നുണ്ടോ? അതേപോലെ ഒന്നും വേണ്ട, ഇത്രക്ക് വേണ്ട. ഇപ്പൊ ഫാബ്രിക്കേഷന്റെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നോട്ടേനു അല്ലേ? ഒന്നുമില്ല. എടാ പുറമെ പ്ലഗ് ഇല്ല, ഉള്ളിൽ 2 പ്ലഗ് ഉണ്ട്. വാഷിംഗ് മെഷീനേ കൊടുത്തുള്ളൂ ഇവിടെ, അതേ ഉള്ളൂ. അതല്ലാണ്ട് ഇവിടെ വേണമെങ്കിൽ ഈ ചുമരുമ്മൽ ഫ്ലഗ് അറ്റം കൊടുക്കുകയാണെങ്കിൽ ഈ ചുമരുമ്മ കൊടുക്കേണ്ടി വരും. ഈ ചുമരുമ്മൽ പുതിയ ചുമരുമ്മൽ ഫ്ലഗിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമോ? ഇവിടെ ഫ്ലഗ് വേണമല്ലോ അല്ലേ? മിക്സീൻ്റെ ഒരു സാധനത്തിന് ഇവിടെ ഈ ചുമരുമ്മൽ എന്തെങ്കിലും ആക്കണേ ആക്കാം. മിക്സി വേണോ? ഇവിടെ ഒരു ഫ്ലഗ് വേണ്ടി, ഇവിടെ കുറേ ഫ്ലഗ് വേണ്ടി വരും. അതിവിടെ കൊടുക്കാം, ഈ ഒരു ഏരിയ കൊടുക്കാം, അതായിരിക്കും സൗകര്യം. സ്വിച്ച് ഇടുന്നൊക്കെ ലൈറ്റ് ചെയ്യാൻ. ഇവിടെ എന്തായാലും ഷീറ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മള്. ഏത്? നല്ല ലൈറ്റ് വേണം, നമുക്ക് വീഡിയോ എടുക്കേണ്ടതാണല്ലോ. ലൈറ്റ് വേണല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഇവര് പറഞ്ഞാൽ തീരാത്തോണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ഇനി കൂടുതലായിട്ട് പറയിപ്പിക്കുന്നില്ല. എന്തെന്നാ ചെയ്യുക, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണോ? നിങ്ങളെ അഭിപ്രായം എന്നാ? കാരണം ഇവർക്ക് ഈ അടുക്കള സാധനങ്ങൾ വാങ്ങിയാലും തീരെയല്ല, അടുക്കളയിലും ഇവിടെ പണിയെടുത്ത മതിയാകല എന്നാ. കിബിലൊക്കെ മുന്നിട്ട് വെക്കണോ? അതിപ്പോ സ്ഥലം വിടുകയെന്ന് വെച്ചാൽ 2 കല്ലെടുത്ത് പൊളിക്കണോ അതിനുള്ള സ്ഥലത്തിന്? അതതിന്റെ മോൾ ആണി അടിച്ച് വെക്കലല്ലേ. അതിനിപ്പോ എന്ത് നാട് ഇറ്റിടും അതിന്റെ മോളിൽ വെക്കാം. എന്റെ ഉണ്ണി മോളെ ഇനി കൊണ്ട് ഈ വേറെ അധികം ഇവിടെ നിൽക്കാൻ പാടില്ല, ഇനി ചടങ്ങ് കഴിയാത്ത അത് പോയി ഞാൻ പോയിക്കാം. അതല്ല ഇവിടെ കൊണ്ടായി കൊടുക്കട്ടെ, കൂട്ടിയെ കൊണ്ട് കുടുങ്ങിക്ക് മനുഷ്യൻ. ഇങ്ങനെ തന്നെ ഞങ്ങളവിടെ ഉള്ളൊരു ഇപ്പോൾ ഉള്ള പൈസ ഒന്നും മതിയാവുമല്ല, എന്തെന്നാ ചെയ്യാന്ന് എനിക്കില്ല. കടച്ച് വയ്ക്കണ്ടേ വരും ഇപ്പോൾ ആരോടെങ്കിലും. പൈസക്കാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടാ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, ഞാൻ ഒരു ചാക്കുമായിട്ട് വരാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ? സിമെൻറ്റിൻ്റെ ആക്കണ്ടേ, ജെട്ടി ആളില്ല, അവിടുത്തെ പോവാ. നിങ്ങൾ റെഡിയാക്കി വെക്ക്. ഇഞ്ചി അടുക്കി പറിക്കൽ കഴിഞ്ഞ് നമുക്ക് പോവാ. വാവാടോ ഒറ്റക്കാ? പോവല്ലേ? എന്ത് ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ഇനി ഒന്ന് ഇറങ്ങി തരുമോ ഇവിടുന്ന്? ചടങ്ങ് എന്നതിനെ മുമ്പിട്ട് കാര്യമൊന്നും പോരാ. ഞാൻ ഇത് AC ഇട്ടിട്ട് ഇവിടെ നല്ലോണം കിടന്നങ്ങ് വേറെ ഒന്നിനെ പറ്റിയും ഞാൻ ചിന്തിക്കലില്ല. ക്ലീൻ ഉണ്ടാവുന്ന ചിന്തിച്ച് നമുക്ക് ഉറക്കം വരുമല്ല. എന്താ കേട്ടോ, എന്നാ വേ ഇറങ്ങി പോവാ. നല്ലൊരു ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റ് ഇവള് നല്ലൊരു പുതിയ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഇവള് എടുക്കാണ്ട് വെച്ച് ഉപയോഗിക്കാണ്ട് എനക്ക് പോലും നിങ്ങൾ പോലും പിരിക്കരുത് എന്നെ പറഞ്ഞ് വെച്ച് പടച്ചവനതൊക്കെ കാണാണ്ടാക്കി. ഞാനൊന്നും ആക്കി. അതാ പറയുന്നത്, അതിനുള്ള ശിക്ഷ അത് കാണാണ്ടാക്കിയതാ. ബെഡ്ഷീറ്റ് അല്ല അങ്ങനെ മാറ്റി വെക്കുവാ.
ആരെങ്കിലും ഒന്ന് വരുമ്പോ ഒക്കെ ഒന്ന് ഒരു നേരമുള്ള നെരിക്കാത്ത ഒന്ന് വിരിക്കാൻ അതിലിപ്പോ ഒന്ന് നിങ്ങളിപ്പോ ഈ പണിയൊക്കെ കഴിയുമ്പോ നിങ്ങളൊരു ബെഡ്ഷീറ്റ് അതിന് തരാൻ പറഞ്ഞാലും വാങ്ങി തരൂല അതൊന്നും ഇപ്പൊ നടക്കൂലെന്നേ പറയും. അപ്പൊ ഞാൻ വിചാരിച്ച അതുണ്ടല്ലോ അപ്പൊ വെച്ചോണ്ടുണ്ടല്ലോ ഞാൻ വിചാരിച്ചാൽ നല്ലോണം തിരുമ്പാൻ അവിടെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് തിരുമ്പുന്നിടത്ത് കൊടുക്കാൻ വെച്ച് നമ്മുടെ കവറിലാക്കി വെക്കാനൊക്കെ വന്നതാ. ഒന്നുണ്ട്, ഒന്ന് കാണുന്നില്ല അല്ലേ? നല്ലൊരു ബ്ലാക്ക്. ഞാനൊന്നും ആക്കിക്കില്ല, ഞാനത് പിരിച്ചിക്ക് പോലും. ഞാൻ ഇതാ ഇന്ന് അരച്ച ഇത് തന്നെ പിരിച്ചാ ഞാൻ കിടക്കല്. ഓരോ ദിവസവും കിടക്കുമ്പോ അത് മുട്ടി പിരിച്ച് കിടക്കും. വേറെ ഉണ്ടല്ലോ പിരിക്കാൻ. ആ പുതിയത് ഞാൻ എടുത്തില്ലേ, കാര്യമായിട്ട് ഞാൻ എടുത്തില്ല. അത് മാത്രം എന്തായിപ്പോയിന്നാ ഞാൻ ആലോചിക്കുന്നത്. വെച്ച ദിവസം വരെ അറിയാം. അത് ഞാൻ എപ്പ ജൂൺ 15 ഏപ്രിൽ വെച്ച് പോയ ഞാനത് ഒട്ടിക്കില്ലേ, ഞാൻ പറയണ്ട. ഇവിടെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങിയിട്ടാണുള്ളത്. ആ ആയിക്കോട്ടെ, എന്നാ ഈ തൽക്കാലം ഞാനേക്കിപ്പോ പോവാ. ഞാൻ അധികം ഇവിടെ നിർത്തിക്കോടാ, വാ. അപ്പോൾ ഇന്നലെ എഞ്ചിനീയർ വന്ന് അളവെടുത്ത് പോയ സ്ഥലത്ത് ഇതാ ഇന്ന് വർക്ക് തുടങ്ങിട്ടോ. സുജിത്ത മെയിന്. സുജിത്ത് അല്ലേ പേര്? ആ വിജിത്ത്. ഞാൻ വെച്ചാൽ എൻ്റെ വീട്ടിലെല്ലാവരും സുഖമാണ്. അപ്പോൾ ഇവിടെ എഞ്ചിനീയർ വന്ന് പോയിട്ടുണ്ടല്ലോ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ഹൈറ്റ് ഇത്രയാണ് കേട്ടോ, ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉയരം കിട്ടണം എന്നാണ് പറഞ്ഞത്. അടുക്കള ഒന്നും നോക്കണ്ട, ഏകദേശം ഇതാ ഈ സൈഡിലാണ് വാഷ് ബേസ് വരിക ഇവിടെ. ഓക്കെ, ഇനി ഇത്ര സ്ഥലമായല്ലോ. യൂട്യൂബ് ഒന്നല്ല, വെറുതെ ഇങ്ങനെ ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു രസമല്ലേ അല്ലേ? അന്ന് പുരപ്പണി എടുത്ത് അതോ ഇതാണ് കേട്ടോ, ഒരു ഉണങ്ങിയ കൊമ്പുമ്മലാണ് ഇത് നിൽക്കുന്നത്. എന്നിട്ട് വണ്ടി പറഞ്ഞ പോലെ ഒരു ഉണങ്ങിയ വായമ തട്ടി അങ്ങനെ നിക്കാന്ന് പറഞ്ഞ പോലെ എല്ലാം ഇതാ കമ്പുമ്മലാണ് കേട്ടോ കിടക്കുന്നത്. തവിട് പൊടി. അപ്പൊ ഇവലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇവലങ്ങ് ചെയ്തോളും. അതെ, തേപ്പും കെട്ടും എല്ലാം ടൈലും എല്ലാ വർക്കും ഇവര് ചെയ്യും. പെയിന്റിങ്ങും കൂടി നിങ്ങൾ പഠിച്ചാൽ സുഖേനു കേട്ടോ. അതുകൊണ്ടാ. അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എല്ലാം നിങ്ങൾ ഇല്ലാം കണ്ടാൽ ശരിയാവില്ലല്ലോ. ബാക്കി നാളത്തെ വീഡിയോ കാണിച്ചു തരാം. അരിയാൻ രാവിലെ തന്നെ പിട്ടു നല്ല റോസ്റ്റ് പായം വാങ്ങിക്കും. അതുകൊണ്ട് ഒരു 150 ഉറുപ്പ്യ ലാഭം കിട്ടിക്ക്. ഇല്ല ഇപ്പൊ കടയിൽ പോയിട്ട് ഒരു 3-4 പൊറാട്ടയും ചിക്കനെല്ലാം തിന്നുമ്പോൾ പൈസ എത്രയായി അല്ലേ? ഇവിടെ കുക്കിങ് തുടങ്ങണം. ഇവിടെ ക്ലീൻ ആക്കിയിട്ട് കാർഡ് കൊടുത്തൊന്ന് റേഷൻ കടയിൽ ചെന്ന് നോക്കണം. അരി മാത്രമല്ല, കുറച്ച് പച്ചക്കറിയും റേഷൻ കടയിൽ നിന്ന് കിട്ടുക സുഖമായിരുന്നല്ലേ. പറഞ്ഞ കാര്യമില്ല, കാലയെല്ലാം മാറേണ്ട സമയമായി ഇങ്ങനെ പോയാൽ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം കച്ചറയായിരിക്കും, അതൊന്നും നോക്കണ്ട. അനിയനുണ്ടാക്കിയ പുട്ടാട്ടോ, 2 പഴമുണ്ട്, അവൻ തിന്നട്ടെ. എന്നാൽ പിന്നെ ഇനിയും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.